ഹായ് മക്കളെ, ഹലോ. യെസ്, എല്ലാവരും റെഡി ആയിട്ട് ഉഷാറായിട്ടിരിക്കുകയല്ലേ? എക്സാംസ് വരാൻ പോവാണ്. സോ നമുക്ക് ഇപ്പോഴും റിവിഷൻ കഴിഞ്ഞിട്ടില്ല. റിവിഷൻ കഴിഞ്ഞു, ബട്ട് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ എല്ലാവരും റെഡി ആയിട്ട് ഉഷാറായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫയർ ഇമോജി അല്ലെങ്കിൽ ന്യൂട്ടൺസിന്റെ ആപ്പിളോ എന്തെങ്കിലും ഒന്ന് മെസ്സേജ് തരാം. വേഗം നോക്കട്ടെ. എല്ലാവരും എനർജി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. യെസ്, എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കണം, പവർ ആയിട്ടിരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഴ്സസ് ഓഫ് എനർജി, ഊർജ്ജ സ്രോതസ്സുകളിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്തുള്ള കുറച്ച് എന്താ പറയുക ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാനുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ആയി. ഓക്കെ, അപ്പൊ എല്ലാവരും ചാപ്റ്റർ വേഗം എടുത്തു വെച്ചിരിക്കുക. റെഡി ആണെങ്കിൽ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എനർജി? എന്താണ് ഊർജ്ജം? എന്താണ് ഊർജ്ജം? ഒന്നുമില്ല, നമുക്കൊരു വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി, അല്ലെ, ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഊർജ്ജം എന്ന്. അത് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അത് പല ഫോംസിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം. ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഡെഫിനിഷൻ ആണ് കേട്ടോ. ദെൻ അറിയേണ്ടതാണ് ഡാഷ് ആർ സബ്സ്റ്റൻസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് കേട്ടോ. ഡാഷ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ലിബറേറ്റ് ഹീറ്റ് ഓൺ ബേണിംഗ്. കത്തുമ്പോൾ ചൂട് പുറത്തു വിടുന്ന വസ്തുക്കളാണ് ഡാഷ്. നമുക്കറിയാം അത് ഏത് വസ്തുക്കളാണെന്നുള്ളത്. വേഗം ഒന്ന് കമന്റ് ചെയ്തേടാം. ഏതാണ് കത്തുമ്പോൾ ചൂട് പുറത്തേക്ക് വിടുന്ന വസ്തുക്കൾ? എല്ലാ വസ്തുക്കളും കത്തുമ്പോൾ ചൂട് പുറത്തേക്ക് വിടും, പക്ഷെ നന്നായിട്ട് ബേൺ ചെയ്യാനായിട്ട് സഹായിക്കുന്ന വസ്തുക്കളാണ് ആര്? യെസ്, കറക്റ്റ് ആണ്, ഫ്യൂവൽസ് അല്ലെങ്കിൽ ഇന്ധനങ്ങൾ. അപ്പൊ എന്താണ് ഫ്യൂവൽസ്? ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ജനറേറ്റ് ഹീറ്റ് വെൻ ബേൺഡ്. കത്തുമ്പോൾ താപം പുറത്തു വിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. എക്സാമ്പിൾ എന്തായാലും പഠിക്കണം. വുഡ്, കെറോസിൻ, LPG, പെട്രോൾ, ഡീസൽ, കോള്, ഇതെല്ലാം എന്താണ്? ഫ്യൂവൽസ് ആണ് കേട്ടോ. എന്തൊക്കെയാണ്? വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി, ഇതെല്ലാം നമുക്ക് ഫ്യൂവൽസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ വാട്ട് ടൈപ്സ് ഓഫ് സ്റ്റൗസ് ആർ യൂസ്ഡ് ഇൻ ഹോംസ്? ഏതൊക്കെ തരം അടുപ്പുകളാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത്? പല ടൈപ്പ് അടുപ്പുകളുണ്ട്. ഓപ്പൺ ഹെർത്ത് വിറകടുപ്പുണ്ട്, കെറോസിൻ സ്റ്റൗ മണ്ണെണ്ണ അടുപ്പുണ്ട്, ഗ്യാസ് സ്റ്റൗ ഗ്യാസ് അടുപ്പുണ്ട്. പക്ഷെ ഇതിലെല്ലാത്തിലും യൂസ് ചെയ്യുന്ന ഫ്യൂവലുകൾ വ്യത്യസ്തമാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഈസ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ സ്റ്റൗ? നമ്മൾ എപ്പോഴും ഈ സ്റ്റൗ ഓൺ ആക്കി കഴിയുമ്പോൾ തീ വരുന്ന കാണാൻ പറ്റുന്നുണ്ട്, അല്ലെ? നമ്മളൊന്ന് ലൈറ്റർ വെച്ച് കത്തിച്ച് കഴിയുമ്പോൾ തീ വരുന്ന കാണാൻ പറ്റുന്നുണ്ട്. ആ തീ ആ ഏരിയയിൽ മാത്രം നിൽക്കുന്നതും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ആ തീ വരുന്നത്? എവിടെ നിന്നാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്? വേറെ ആരുമല്ല, അത് ഫ്യൂവൽസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ജനറേറ്റ് ഹീറ്റ് വെൻ ബേൺഡ്. അവിടെ നമുക്ക് ഫ്യൂവൽസിന്റെ ഡെഫിനിഷൻ തന്നെ എഴുതിയാൽ മതി. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ. ഈ ഇന്ധനങ്ങൾ കാരണമാണ് ഇവിടെ തീ വരുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറെ ടൈപ്സ് ഓഫ് എന്താ പറയാ സ്റ്റൗസ് ഉണ്ടെന്നുള്ള കാര്യം. ഈ സ്റ്റൗവിലെല്ലാം പലതരം ഇന്ധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓപ്പൺ ഹെർത്ത് അല്ലെങ്കിൽ വിറകടുപ്പിനകത്ത് നമുക്ക് വരുന്നതാണ് വിറക്, അല്ലെ, വുഡ്, സിമ്പിൾ. കെറോസിൻ സ്റ്റവ് ആണെങ്കിൽ അവിടെ മണ്ണെണ്ണ ആയിരിക്കും, കെറോസിൻ ആയിരിക്കും. ഗ്യാസ് സ്റ്റവ് മാറിപ്പോകരുത്, ഗ്യാസ് എന്ന് എഴുതി വെക്കരുത്. LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് അതിന്റെ ഫുൾ നെയിം. അത് പഠിക്കാനില്ല നിങ്ങൾക്ക്, LPG തന്നെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ദെൻ ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. പീപ്പിൾ യൂസ് ഓപ്പൺ ഹെർത്ത്, ഡോണ്ട് ദേ? വാട്ട് ക്യാൻ ബി ഡൺ ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ദിസ്? ഇപ്പോഴും ആളുകൾ വിറകടുപ്പ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. വിറകടുപ്പിന്റെ കാര്യക്ഷമത കൂട്ടുന്നതിന് എന്തെല്ലാമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് പഠിച്ച കാര്യമാണ്. യൂസ് ഡ്രൈ വുഡ്. ഉണങ്ങിയ വിറക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല എഫിഷ്യൻസിയിൽ വിറകടുപ്പ് കത്തിക്കോളും. സ്പ്ലിറ്റ് ദ വുഡ്. വിറക് ചെറിയ കഷ്ണങ്ങളാക്കി വേണം, നുറുക്കി വേണം നമ്മൾ ഇടാനായിട്ട്. അല്ലാതെ വലിയ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് കത്താനായിട്ട് കുറച്ച് പാടായിരിക്കും. ബ്ലോയിങ് എയർ യൂസിങ് എ പൈപ്പ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കുഴൽ ഉപയോഗിച്ച് ഊതുന്നു, അതുപോലെ എയർ ഫ്ലോ ഉണ്ടാക്കുന്നു, വായു പ്രവാഹം ഉണ്ടാക്കുന്നു. വായുവിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രോപ്പർ ആയിട്ട് ബേൺ ചെയ്യുള്ളൂ കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്തിനാണ് വായു അല്ലെങ്കിൽ കുഴൽ ഉപയോഗിച്ച് ഊതുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, വിറകടുപ്പിലേക്ക് ഊതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആളിക്കത്തും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മെയിൻ റീസൺ ആണ് നമ്മുടെ ഓക്സിജൻ അല്ലെങ്കിൽ എയർ. ബ്ലോയിങ് എയർ ത്രൂ എ പൈപ്പ് ഹെൽപ്സ് മേക്ക് ദ ഫയർ ബേൺ ബെറ്റർ. കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് തീ നന്നായി കത്താനായിട്ട് സഹായിക്കുന്നു. ഇറ്റ് ആഡ്സ് ഓക്സിജൻ വിച്ച് മേക്സ് ദ ഫ്ലെയിം സ്ട്രോങ്ങർ ആൻഡ് ഹെൽപ്സ് ദ ഫയർ സ്റ്റാർട്ട് ഫാസ്റ്റർ. ഇതിൽ ഓക്സിജൻ ഉള്ളതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ തീ ഉണ്ടാക്കുന്നു. അപ്പൊ ആരാണ് തീ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന ആള്? നമ്മുടെ എയറിനകത്തുള്ള ഓക്സിജൻ എന്ന് പറഞ്ഞ ആള്. നമുക്ക് ബ്രീത്ത് ചെയ്യാൻ മാത്രമല്ല തീ ഉണ്ടാക്കാനും ആള് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓക്സിജൻ എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഊതുന്നത്. ദ ഡാഷ് ഇൻ എയർ ഹെൽപ്സ് ഫോർ ബേണിംഗ്. വായുവിലെ ഡാഷ് ജ്വലനത്തിന് സഹായിക്കുന്നു. സിമ്പിൾ, ഞാൻ ഇപ്പൊ അങ്ങ് പറഞ്ഞു വായിലിട്ടേ ഉള്ളൂ. ഏതൊക്കെയാണ്? ആരാണ് സഹായിക്കുന്നത്? ഹൈഡ്രജൻ ആണോ, ഓക്സിജൻ ആണോ, നൈട്രജൻ ആണോ? ആരാണ് സഹായിക്കുന്നത്? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ആരാണ് നമ്മുടെ ബേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഓക്സിജൻ. ഓക്സിജൻ ആണ് കത്താനായിട്ട് സഹായിക്കുന്ന ഒരു വാതകം അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നത്. എന്തായാലും നോട്ട് ചെയ്ത് വെച്ചിട്ട്, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്.
വാട്ട് ക്യാൻ ബി ഡൺ ടു റെഡ്യൂസ് ഹീറ്റ് ലോസ്റ്റ്? അടുപ്പ് ഉപയോഗിക്കുമ്പോൾ താപന നഷ്ടം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മൾ അടുപ്പ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു സബ്സ്റ്റൻസ് ചൂടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പാത്രം ചൂടാൻ വേണ്ടി മാത്രമാണ് ആ തീ കത്തിക്കുന്നത് അല്ലെ. പക്ഷേ നമുക്ക് കൈ ഒന്ന് അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ചുറ്റിനും ആ ഒരു ഹീറ്റ് സ്പ്രെഡായി പോകുന്നുണ്ടല്ലേ, വെറുതെ ആ ഒരു ചൂട് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പൊ ആ താപന നഷ്ടം കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വെസൽ ആൻഡ് ദ ഹെർത്ത് ഷുഡ് ബി മിനിമൈസ്ഡ്. പാത്രത്തിനും അടുപ്പിനും ഇടയിലുള്ള വിടവ് നന്നായിട്ട് കുറക്കണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു 2 ഫിഗേഴ്സ് വരക്കാം. ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ദേ ഇവിടെ ഞാൻ അടുപ്പ് വെച്ചിരിക്കുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ തീ വരുവാണ്. ഓക്കെ, വേറൊരു ഫിഗർ കാണിക്കാം. ഓക്കെ, ഇവിടെയും വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നു. ദേ ഇവിടെ ഞാൻ നല്ല ക്ലോസ് ആയിട്ടാണ് എന്ത് വെച്ചിട്ടുള്ളത്, അടുപ്പ് വെച്ചിട്ടുള്ളത്. അതായത് ഈ 2 ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഫസ്റ്റ് ഫിഗറിനകത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലേ, പാത്രവും അടുപ്പും തമ്മിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ രണ്ടാമത്തെ ഫിഗറിൽ നല്ല ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. ഏതിലായിരിക്കും താപനഷ്ടം കുറവുള്ളത്, ഹീറ്റ് ലോസ് കുറവുള്ള ഏതിലായിരിക്കും? 1-ലാണോ 2-ലാണോ? ഏതിലാണ്? വേഗം ഒന്ന് കമന്റ് ചെയ്തിടാം. 1 അല്ലെങ്കിൽ 2 എഴുതിയാൽ മതി. യെസ്, 2 കറക്റ്റ് ആണ് കേട്ടോ. 2-ലായിരിക്കും ഹീറ്റ് ലോസ് കുറവ് വരുന്നത്, ബിക്കോസ് അവിടെ നല്ല ക്ലോസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ദെൻ ഡ്രൈ വുഡ് ബേൺസ് ബെറ്റർ ആൻഡ് പ്രൊഡ്യൂസ് മോർ ഹീറ്റ്. ഉണങ്ങിയ വിറകാണെങ്കിൽ നല്ല ബെറ്റർ ആയിട്ട് അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും, താപനഷ്ടം കുറവുമായിരിക്കും കേട്ടോ. യെസ്, അപ്പോൾ ആ 2 പോയിന്റ്സ് ഓർത്തിരിക്കാം. ദെൻ യൂസസ് ഓഫ് ഫ്യൂവൽസ്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഡീസൽ ഈസ് ജനറലി യൂസ്ഡ് ഇൻ ഫ്യൂവൽ ഇൻ ഹെവി വെഹിക്കിൾസ് ലൈക്ക് ബസസ്, ട്രക്സ് അല്ലെങ്കിൽ എക്സ്കവേറ്റേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂവൽ ആയിരിക്കും, ഡീസലാണ് കേട്ടോ. ദെൻ പെട്രോളും ഡീസലും നമ്മൾ ചെറിയ ചെറിയ വണ്ടികളായിട്ടുള്ള കാറ്, ഓട്ടോ, ബൈക്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് പെട്രോളും ഡീസലും യൂസ് ചെയ്യും. ദെൻ ഫാക്ടറീസിൽ നമ്മൾ കോള്, ഗ്യാസ്, നാഫ്ത, കൽക്കരിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫാക്ടറികളിലാണ്. ദെൻ ജെറ്റ് ഫ്യൂവൽസിൽ നമ്മൾ എയർക്രാഫ്റ്റുകൾ നമ്മൾ ജെറ്റ് ഫ്യൂവൽ, വിമാനങ്ങളിൽ ജെറ്റ് ഫ്യൂവലാണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ റോക്കറ്റ് ആണെങ്കിൽ അവിടെ ഹൈഡ്രജൻ ഫ്യൂവലാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. ദെൻ അടുത്ത വരുന്നതാണ് ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങൾ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫ്യൂവൽസ് ആണ് ഫോസിൽ ഫ്യൂവൽസ്. അത് 3 തരമുണ്ട്. ഏതൊക്കെയാണ് 3 ടൈപ്പ് ഫോസിൽ ഫ്യൂവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പെട്രോളും ഡീസലും എഴുതി വെക്കരുത്. നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകം, ക്രൂഡ് ഓയിൽ, ദെൻ കോൾ അല്ലെങ്കിൽ കൽക്കരി. ഇത് 3ഉമാണ് മെയിൻ ഫോസിൽ ഫ്യൂവൽസ്. അതിൽ തന്നെ ക്രൂഡ് ഓയിലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഫ്യൂവലുകളാണ് പെട്രോള്, ഡീസല്, മണ്ണെണ്ണ, നാഫ്ത, ബിറ്റുമിൻ എന്നൊക്കെ പറയുന്നത്. ക്രൂഡ് ഓയിലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കുറച്ച് ഫ്യൂവൽസ് ആണ്. പക്ഷെ ഫോസിൽ ഫ്യൂവൽ മെയിൻ ആയിട്ട് 3 ഉള്ള ഏതൊക്കെയാണ്? നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ കോൾ കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്റ്റാറോ എന്തെങ്കിലുമൊക്കെ വരച്ച് വെച്ചോ. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാറ്റഗറൈസ് ദ ഫോളോയിങ് ഐറ്റംസ് ഇൻ ടു അപ്രോപ്രിയേറ്റ് ഗ്രൂപ്പ്സ്. ഗീവ് ദ റീസൺ ഫോർ കാറ്റഗറൈസിംഗ് ദം. ഓക്കെ, പെട്രോൾ ഉണ്ട്, കോൾ ഉണ്ട്, സോളാർ എനർജി ഉണ്ട്, ഇലക്ട്രിസിറ്റി ഫ്രം വിൻഡ് ഉണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഉണ്ട്, ഡീസൽ ഉണ്ട്. താഴെ പറയുന്നവ അനുയോജ്യമായ രീതിയിൽ തരംതിരിക്കുക. എന്ത് അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചതെന്നും എഴുതണം. പെട്രോൾ, കൽക്കരി, സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, ജലവൈദ്യുതി, ഡീസൽ. ഇത് നമുക്ക് എന്ത് അടിസ്ഥാനത്തിലായിരിക്കും തരംതിരിക്കാൻ പറ്റുന്നത്? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ഏത് അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഇവരെ കാറ്റഗറൈസ് ചെയ്യേണ്ടത്? യെസ്, റിന്യൂവബിൾ എനർജിയും നോൺ റിന്യൂവബിൾ എനർജി സോഴ്സും അല്ലെ. പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളും അതുപോലെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളും. കഴിയുന്നതാണെങ്കിൽ അതിൽ ആരൊക്കെ വരും? സോളാർ വരും, ഇലക്ട്രിസിറ്റി ഫ്രം വിൻഡ് വരും, ഹൈഡ്രോ ഇലക്ട്രിക് പവർ അല്ലെങ്കിൽ ജലവൈദ്യുതി വരോട്ടെ. ഇതെല്ലാം എങ്ങനെയാണ് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അവർ തീർന്നു പോകുന്നതേ ഇല്ല, നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ദെൻ നോൺ റിന്യൂവബിൾ വരുന്നതാണ് പെട്രോള്, കോള്, ഡീസൽ എല്ലാം. നമ്മൾ പറഞ്ഞു ഫോസിൽ ഫ്യൂൾസ് എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ ആണ്. അവരാണ് ആ കൂട്ടത്തിൽ വരുന്നത് കേട്ടോ. അപ്പൊ അത് എങ്ങനെ തന്നു കഴിഞ്ഞാലും അവർ നമുക്ക് തരംതിരിക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. യെസ്. ഇനി കോൾ ഈസ് എ ഡാഷ് ഫ്യൂവൽ. കൽക്കരി ഒരു ഡാഷ് ഫ്യൂവൽ ആണ്, ഡാഷ് ഇന്ധനമാണ്. എന്ത് ഇന്ധനമാണ് കോൾ? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അത് എന്ത് ഇന്ധനമാണ്? അതൊരു ഫോസിൽ ഫ്യൂവൽ അല്ലെങ്കിൽ ഫോസിൽ ഇന്ധനമാണ്. അതങ്ങനെ ഫില്ല് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഫോസിൽ എന്ന് എഴുതി വെച്ചാൽ മതി. ദ സോഴ്സസ് ഓഫ് ഓൾ അവർ എനർജി ഈസ് ഡാഷ്. നമ്മുടെ എല്ലാ ഊർജ്ജത്തിന്റെയും ഉറവിടം എന്ന് പറയുന്നത് ഡാഷ് ആണ്. അത് ഏതാണെന്ന് അറിയോ? ആ വലിയ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് വേറെ ആരുമല്ല, നമുക്ക് ഫുൾ ടൈം എന്താ പറയാ ലൈറ്റ് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം സൂര്യനാണ്. സണ്ണാണ് എല്ലാ ഊർജ്ജത്തിന്റെയും ഉറവിടം, അല്ലെങ്കിൽ കിങ് എന്ന് പറയാവുന്ന ആള് സണ്ണാണ് കേട്ടോ. Then fill in the blanks by choosing the correct relationship. എയർക്രാഫ്റ്റിനകത്ത് ജെറ്റ് ഫ്യൂവൽ യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ റോക്കറ്റിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഏതാണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എയർക്രാഫ്റ്റ് ജെറ്റ് ഫ്യൂവൽ ആണെങ്കിൽ റോക്കറ്റ് ഞാൻ പറഞ്ഞു അത് ഹൈഡ്രജൻ ഫ്യൂവൽ ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. റോക്കറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ആണ് ഹൈഡ്രജൻ ഫ്യൂവൽ, ഹൈഡ്രജൻ ഇന്ധനം. അത് ജസ്റ്റ് ഇപ്പൊ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അത് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമല്ല, ഇപ്പൊ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. സോ റോക്കറ്റിൽ ഹൈഡ്രജൻ ഫ്യൂവൽ. ഓക്കെ, ദെൻ ഫൈൻഡ് ദ ഓഡ് വൺ. ഇതിനകത്തുനിന്ന് ഒറ്റപ്പെട്ടത് കണ്ടുപിടിക്കണം. LPG ഉണ്ട്, CNG ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, കെറോസിൻ ഉണ്ട്. ഇതിൽ ആരായിരിക്കും ഒറ്റപ്പെട്ടത്? ഒന്ന് വേഗം കമന്റ് ചെയ്ത്. ഇതിൽ ആരായിരിക്കും നിങ്ങൾക്ക് കണ്ടിട്ട് ആരായിട്ടാണ് ഒറ്റപ്പെട്ടായിട്ട് തോന്നുന്നത്?
ഇതിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നമുക്ക് അറിയാത്ത പേര് CNG മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ ഒറ്റപ്പെട്ട ആളെന്ന് പറയുന്നത് ശരിക്കും കെറോസിൻ ആണ് കേട്ടോ, മണ്ണെണ്ണയാണ്. കാരണം ബാക്കി ഈ കൊടുത്തിട്ടുള്ള 3 പേരും LPG ആയിക്കോട്ടെ, CNG ആയിക്കോട്ടെ, ഹൈഡ്രജൻ ആയിക്കോട്ടെ, ഇവർ 3 പേരും ഗേഷ്യസ് ആയിട്ടുള്ള ഗ്യാസ് ആയിട്ടുള്ള ഫ്യൂവൽസ് ആണ് കേട്ടോ. അതായത് വാതക രൂപത്തിലുള്ള ഫ്യൂവൽസ് ആണ്. പക്ഷെ മണ്ണെണ്ണ മാത്രം ലിക്വിഡ് ഫോമിലുള്ള ഫ്യൂവൽ ആണ്. മണ്ണെണ്ണ ഒരു എന്താ പറയാ ദ്രാവക രൂപത്തിലുള്ള ഇന്ധനമാണ്. സോ അത് മാത്രമാണ് അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കേട്ടോ. അത് കണ്ടാൽ മനസ്സിലാവണം. ദെൻ അതുപോലെ സോളിഡ് സ്റ്റേറ്റിലുള്ളതും ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതും ഗേഷ്യസ് സ്റ്റേറ്റിലും ഉള്ളതായിട്ടുള്ള ഇന്ധനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. സോളിഡ് ആകുമ്പോൾ ഇതിനകത്ത് നമ്മുടെ കോള്, കൽക്കരിയൊക്കെ വരുന്ന സോളിഡ് ആയിരിക്കും. ഗേഷ്യസ് ആകുമ്പോൾ അതിനകത്ത് നമ്മുടെ ഈ LPG, ഹൈഡ്രജൻ ഒക്കെ വരുന്നത് ഗേഷ്യസ് അല്ലെങ്കിൽ വാതക രൂപത്തിലായിരിക്കും. ഇനി ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ പെട്രോൾ, മണ്ണെണ്ണ, ഡീസലൊക്കെ എന്തായിരിക്കും? ലിക്വിഡ് സ്റ്റേറ്റ് ആയിരിക്കും കേട്ടോ, ദ്രാവക രൂപമായിരിക്കും. ഇവിടെയും നമുക്ക് ഓഡ് വൺ കണ്ടുപിടിക്കണം, ഒറ്റപ്പെട്ടത് കണ്ടുപിടിക്കാനുള്ളതാണ്. സൺലൈറ്റ്, വിൻഡ്, വേവ്സ്, പെട്രോൾ. സിമ്പിൾ, വെരി സിമ്പിൾ. വേഗം ഒന്ന് കമന്റ് ചെയ്തേടാ. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല, പെട്രോൾ. ഇത് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, പെട്രോൾ അല്ലേ. ബാക്കി എല്ലാവരും എങ്ങനെയാണ്? റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്, പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സാണ്. പക്ഷെ പെട്രോൾ മാത്രം എന്താണ്? ഫോസിൽ ഫ്യൂവലിൽ വരുന്ന ആളാണ്. അതെന്തായാലും നോൺ റിന്യൂവബിൾ ആണ്, പുതുക്കാൻ കഴിയാത്ത ഒരാളാണ്. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാവണം. ഹൗ ഡിഡ് ഫോസിൽ ഫ്യൂവൽസ് ഫോം? എങ്ങനെയാണ് ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടായത്? നമുക്കറിയാം, ഫോസിൽ ഫ്യൂവൽസ് ആർ ഫോംഡ് ഫ്രം ദ റിമൈനിങ്സ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ് ദാറ്റ് എക്സിസ്റ്റഡ് ഓൺ എർത്ത് മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്? പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്താണ്? ഇതിന്റെ ഡെഫിനിഷൻ പഠിച്ചാൽ നമുക്ക് പുതുക്കാൻ കഴിയുന്നതിന്റെ ഡെഫിനിഷൻ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും അല്ലെ. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച്, നമ്മുടെ കൺസപ്ഷൻ അനുസരിച്ച് ഡിക്രീസ് ചെയ്യുന്നു, കുറഞ്ഞു പോയി അവസാനം ഇല്ലാതാവുന്ന എനർജി സോഴ്സസ് നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് അല്ലെ. ദ എനർജി സോഴ്സ് വിച്ച് ഡിക്രീസസ് ആൻഡ് ഇവൻച്വലി റൺസ് ഔട്ട് ബൈ കൺസപ്ഷൻ. കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപയോഗം. ഓക്കെ, ഉപയോഗം കാരണം കുറഞ്ഞ് അവസാനം ഇല്ലാതാവുന്ന എനർജി സോഴ്സ് ആണ് നോൺ റിന്യൂവബിൾ അല്ലെങ്കിൽ പുതുക്കാൻ കഴിയാത്ത എനർജി സ്രോതസ്. എക്സാമ്പിൾ ആണ് ഫോസിൽ ഫ്യൂവൽ. ഫോസിൽ ഫ്യൂവൽ ഇതിനൊരു എക്സാമ്പിൾ ആണ്. അത് നമുക്ക് ഇനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഓക്കെ, ദെൻ നമുക്ക് വരുന്നതാണ് പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ ആദ്യം വരുന്നതാണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, ജലവൈദ്യുതി. ജലം എന്ന് പറയുന്നത് നമുക്ക് ലാവിഷായിട്ട് കിടക്കുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്കത് പുതുക്കാൻ കഴിയുന്നതാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഈസ് ജനറേറ്റഡ് യൂസിങ് ദ എനർജി പ്രസന്റ് ഇൻ ദ വേസ്റ്റ് വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാംസ്. ഡാമുകളിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ദ വാട്ടർ ഈസ് റിലീസ്ഡ് ടു ഡൗൺവേർഡ്സ് ആസ് പെർ ഡിമാൻഡ് ടു ടേൺ ദ ടർബൈൻസ്. അതായത് വെള്ളം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് പൈപ്പിൽ കൂടെ കടത്തിവിടുന്നു. ആ വെള്ളം ഒരു ടർബൈനിൽ വീഴുമ്പോൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. അതുമായിട്ട് കണക്ട് ചെയ്ത് ജനറേറ്ററിലേക്ക് എനർജി കഴിയുമ്പോൾ ജനറേറ്റർ നമുക്ക് ഇലക്ട്രിസിറ്റി ആയിട്ട് തരുന്നു. സിമ്പിൾ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോ ചാർട്ട് വഴി പഠിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. ദെൻ ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ടർബൈൻ്റെ ഒരു ചെറിയ മാതൃക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ടർബൈൻ സ്പൂണൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഈ ടർബൈനിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റി. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ ആ വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഹൈറ്റില്ലേ, കുപ്പി വെച്ചിട്ടുള്ള ഹൈറ്റ്, ആ ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ആ ടർബൈൻ്റെ കറക്കത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ചിലപ്പോൾ ആപ്ലിക്കേഷൻ ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, മാറ്റം വരുമോ? മാറ്റം വരും അല്ലേ. എന്തായിരിക്കും? സ്പീഡ് കൂടും അല്ലേ. കൂടുതൽ ഹൈറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഫോഴ്സിലായിരിക്കും വെള്ളം വീഴുന്നത്. ആ ഫോഴ്സ് കാരണം കൂടുതൽ സ്പീഡിൽ നമ്മുടെ ടർബൈൻ കറങ്ങുന്നു. അതേ, കുപ്പി ഉയർന്നതാണെങ്കിൽ കൂടുതൽ ശക്തിയോടെ വീഴുന്നു, ജലചക്രം വേഗത്തിൽ കറങ്ങാൻ കാരണമാകുന്നു. അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഹൈറ്റ് കൂടുമ്പോൾ എന്താണ്? സ്പീഡ് കൂടുന്നു, ഫോഴ്സ് കൂടുന്നു, സ്പീഡിൽ കറങ്ങുന്നു. ഓക്കെ, വാട്ട് ഈസ് വിൻഡ് മിൽ? കാറ്റാടി യന്ത്രം എന്നാൽ എന്താണ്? വിൻഡ് ഹാസ് ദ എബിലിറ്റി ടു മൂവ് ഒബ്ജക്ട്സ് അല്ലെ. വിൻഡിന് വസ്തുക്കളെ അനക്കാനുള്ള, നീക്കാനുള്ള, ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്. വി ക്യാൻ ജനറേറ്റ് ഇലക്ട്രിസിറ്റി യൂട്ടിലൈസിങ് ദിസ് എബിലിറ്റി ഓഫ് വിൻഡ്. അതായത് നമുക്ക് ഈ ഒരു എബിലിറ്റി കാരണം, ആ ഒരു ചലിപ്പിക്കാനുള്ള കഴിവ് കാരണം നമുക്ക് എന്താണ് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അല്ലെ. വിൻഡ് കാരണം നമ്മുടെ ബ്ലേഡ്സ് അല്ലെ, നമ്മുടെ കാറ്റാടി യന്ത്രത്തിന്റെ ബ്ലേഡ് കറങ്ങും, അതുവഴി ടർബൈൻ കറങ്ങും. ആ ടർബൈനോട് കണക്ട് ചെയ്ത് ജനറേറ്റർ അത് വർക്ക് ചെയ്യുന്നു, ദെൻ ഇലക്ട്രിസിറ്റി തരുന്നു. നമ്മൾ നേരത്തെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പഠിച്ച പോലെ തന്നെ. ഓക്കെ, അതാണ് വിൻഡ് മിൽ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് കേരളത്തിലുള്ള എവിടേക്കാണ്? രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് മെയിൻ ആയിട്ട് വിൻഡ് മില്ലുകൾ ഉള്ളത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് സോളാർ ആണ് അല്ലെ. ഇനി നമുക്ക് വരുന്നത് വിൻഡിന്റെ എനർജി പഠിച്ചു, വാട്ടറിന്റെ എനർജി പഠിച്ചു, ദെൻ ഇനി വരുന്നതാണ് സണ്ണിൽ നിന്നുള്ള എനർജി അല്ലെങ്കിൽ സോളാർ. വാട്ട് ആർ സോളാർ പാനൽസ്? എന്താണ് സൗരോർജ്ജ പാനലുകൾ? ദ സോളാർ പാനൽസ് ആർ ഡിവൈസസ് ദാറ്റ് കൺവേർട്ട് സൺലൈറ്റ് ഇൻടു ഇലക്ട്രിസിറ്റി. സൗരോർജ്ജ പാനലുകൾ എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന ഡിവൈസുകളാണ് കേട്ടോ. അതായത് നമുക്ക് സൂര്യപ്രകാശമായിട്ട് കിട്ടുന്നു, ഈ പാനലിനകത്ത് കുറേ സൗരോർജ്ജ സെല്ലുകൾ ഉണ്ട്. ഈ സെല്ലുകളിലേക്ക് നമ്മുടെ സൺലൈറ്റ് വീണ് കഴിയുമ്പോൾ ആ സൺലൈറ്റിനെ അത് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നു.
കുറേ സെല്ലുകളാകുമ്പോൾ നമുക്ക് കുറേ ഇലക്ട്രിസിറ്റി കിട്ടുന്നു. ഇങ്ങനെയാണ് സോളാർ പാനൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ മോസ്റ്റ്ലി അല്ലെ കുറേ സ്ഥലങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന കാണാറുണ്ട്. ഏറ്റവും എന്താ പറയുക യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് സോളാർ പാനൽ എന്ന് പറയുന്നത്. കുറേ ഫ്യൂവൽസും കുറേ ഊർജ്ജവും നമുക്ക് ഇതിൽ നിന്ന് ശേഖരിക്കാൻ പറ്റും. ഇൻ വാട്ട് വേസ് ആർ ദ എനർജി ഫ്രം സൺലൈറ്റ് യൂട്ടിലൈസ്ഡ്? ഏതെല്ലാം രീതിയിലാണ് സൂര്യപ്രകാശത്തിലെ ഊർജ്ജം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? കുറേ രീതിക്ക് ഉപയോഗപ്പെടുത്താറുണ്ട് അല്ലേ. ഫോർ ഡ്രൈയിങ് ഒബ്ജക്ട്സ് അല്ലേ, നമുക്ക് തുണിയൊക്കെ കഴുകിയിട്ട് ഉണക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഒബ്ജക്ട്സ് ഉണക്കുന്നതിന് യൂസ് ചെയ്യാറുണ്ട്. ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി യൂസിങ് സോളാർ പാനൽസ്. ഇതിപ്പോൾ പറഞ്ഞ പോലെ സോളാർ പാനൽ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഹീറ്റ് വാട്ടർ ഇൻ സോളാർ ഹീറ്റേഴ്സ്. സോളാർ ഹീറ്ററുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വെള്ളം ചൂടാക്കാനും യൂസ് ചെയ്യാറുണ്ട്. അപ്പം കുറേ യൂസസ് ഉണ്ട്, അതൊന്ന് ഓർത്ത് വയ്ക്കാം. ദെൻ അടുത്തൊരു ക്വസ്റ്റൻ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ഡിവൈസസ് ദാറ്റ് യൂസ് ഹീറ്റ് ഫ്രം സോളാർ എനർജി ഇൻക്ലൂഡ് സോളാർ കുക്കേഴ്സ് ആൻഡ് സോളാർ ഹീറ്റേഴ്സ്? അതായത് ഇതുപോലെ കുക്കറും ഹീറ്ററൊക്കെ പോലെ തന്നെ നമ്മൾ സോളാർ ഉപയോഗിച്ചിട്ട് ആ സോളാർ എനർജി ഉപയോഗിച്ചിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്? കുറച്ച് നെയിംസ് ഒരു 4-5 പഠിച്ചു വെക്കാം കേട്ടോ. സോളാർ സ്റ്റവ് ഉണ്ട്, അല്ലെങ്കിൽ കുക്കർ ഉണ്ട്, സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ട്, സോളാർ കാൽക്കുലേറ്റർ ഉണ്ട്, സോളാർ സ്ട്രീറ്റ് ലൈറ്റ് വഴി ലൈറ്റുകൾ ഉണ്ട്, ദെൻ സോളാർ ലാന്റൺ അല്ലെങ്കിൽ റാന്തൽ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, ഒരു 4-5 പഠിച്ചു വെക്കാം കേട്ടോ. ദെൻ വാട്ട് ആർ ഇലക്ട്രിക് വെഹിക്കിൾസ്? ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത് പച്ച കളറിൽ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഉള്ള വെഹിക്കിൾസ് ആണ് ഇലക്ട്രിക് വെഹിക്കിൾസ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും എഴുതിയാൽ മതി. ഇലക്ട്രിക് വെഹിക്കിൾസ് റൺ ഓൺ ഇലക്ട്രിസിറ്റി ഇൻസ്റ്റെഡ് ഓഫ് പെട്രോൾ ഓർ ഡീസൽ. പെട്രോളോ ഡീസലിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് അവിടെ ഫ്യൂവലിന്റെ ആവശ്യമേ വരുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റിയിൽ ഓടുന്ന വണ്ടിയാണ് ഇലക്ട്രിക് വെഹിക്കിൾ. അത് എന്തിനു സഹായിക്കുന്നു? എയർ പൊല്യൂഷന് സഹായിക്കുന്നു. അതുകൂടാതെ വായു മലിനീകരണം എയർ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതുകൂടാതെ തന്നെ എന്താണ്, ഫ്യൂവൽസ് ഒക്കെ നമുക്ക് ശേഖരിച്ച് വെക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ what are the specific features of renewable energy source such as sunlight and wind? സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയ ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവരെല്ലാം എന്താണ്? റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. ഇവരുടെ പ്രത്യേകത എന്തൊക്കെയാണ്? അവർ നാച്ചുറൽ ആണ്, പ്രകൃതിദത്തമാണ്, അവർ ഒരിക്കലും തീർന്നു പോകുന്നില്ല. പിന്നെ അവർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല, മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ദെൻ എന്താണ്, അവർ എത്ര വേണമെങ്കിലും ഫ്രീ ആയിട്ട് നമുക്ക് വീണ്ടും 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 യൂസ് ചെയ്യാം. ഇത്രയും അഡ്വാൻറ്റേജ് ഉള്ള ആൾക്കാരാണ് റിന്യൂവബിൾ എനർജി സോഴ്സ് അല്ലെങ്കിൽ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, ആ ഒരു കുറച്ച് അഡ്വാൻറ്റേജസ് ഒന്ന് ഓർത്തിരിക്കണം. വാട്ട് വിൽ ബി ദ കോൺസിക്വൻസസ് ഇൻ ഫ്യൂച്ചർ ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് ഫ്യൂവൽസ്? ഇന്ധനങ്ങൾ നമ്മൾ അമിതമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനന്തരഫലങ്ങൾ ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളതാണ് ഈ ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ വണ്ടികളൊക്കെ വാങ്ങിച്ചു കൂട്ടുകയാണ്, അതിനൊക്കെ കുറേ ഫ്യൂവൽസ് വേണം. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഷോർട്ടേജ് ഓഫ് ഡീസൽ ആൻഡ് പെട്രോൾ ഫോർ വെഹിക്കിൾസ്. വാഹനങ്ങൾക്ക് ഡീസലിന്റെയും പെട്രോളിന്റെയും ക്ഷാമം വരും. അവസാനം വല്ല ഉന്തുവണ്ടിയിലൊക്കെ പോകേണ്ട അവസ്ഥ വരും, അല്ലെങ്കിൽ നടന്നു പോകേണ്ട അവസ്ഥ വരും. ഷോർട്ടേജ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഹൗസ്. വീടുകളിൽ ഇലക്ട്രിസിറ്റിയുടെ അളവ് കുറയുന്നു. അതുപോലെ തന്നെ ഷോർട്ടേജ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഫാക്ടറീസ്. വലിയ വലിയ ഫാക്ടറി എന്നൊക്കെ പറയുമ്പോൾ കുറേ ഇലക്ട്രിസിറ്റി വേണ്ട സ്ഥലമാണ്. അപ്പോൾ ഇനി നമ്മൾ ഓവറായിട്ട് ഫ്യൂവൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാം എന്താണ്, ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ ക്ഷാമം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. സോ അതിനനുസരിച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ മാക്സിമം സോളാറിലേക്കൊക്കെ തിരിയാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് സ്റ്റെപ്പ് ക്യാൻ ബി ടേക്കൺ ടു സേവ് എനർജി അറ്റ് ഹോം? വീട്ടിൽ നമ്മൾ ഊർജ്ജം ലാഭിക്കാനായിട്ട് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ പറ്റുന്നത്? എന്തൊക്കെ നടപടി സ്വീകരിക്കുക? മാക്സിമം നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് ഫാനിന്റെയും ലൈറ്റിന്റെ ഒക്കെ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തിടുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. കോമ്പാക്ട് ഫ്ലൂറസൻ ലാംപ്സ്, CFL ലാമ്പ് യൂസ് ചെയ്യാം. അത് അത്യാവശ്യം എനർജി കുറഞ്ഞ ഒരു ലാമ്പാണ്. അല്ലെങ്കിൽ ഒന്നും വേണ്ട, LED യൂസ് ചെയ്താലും മതി. LED ആണ് ഏറ്റവും ബെസ്റ്റ്. ഡു നോട്ട് മിസ്യൂസ് ഇലക്ട്രിസിറ്റി. വൈദ്യുതി വെറുതെ പാഴാക്കി കളയരുത്. ആവശ്യമില്ലാത്ത സമയത്തൊക്കെ എല്ലാം ഓഫ് ചെയ്തിട്ടോളാം. യൂസ് ഫ്യൂവൽ എഫിഷ്യൻസി ഹെർട്സ് ഫോർ കുക്കിംഗ്. അതായത് ഇന്ധന കാര്യക്ഷമമായ അടുപ്പുകൾ വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. വിറകടുപ്പാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അതെന്തായിരിക്കണം, നമ്മൾ മാക്സിമം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് വീട്ടിൽ തന്നെ എനർജിനെ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ഈ ക്വസ്റ്റ്യൻ വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ കൂടിയാണ്. വിച്ച് ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് ഫുള്ളി സോളാർ പവേർഡ് എയർപോർട്ട്? അവിടെ ആ എയർപോർട്ടിന്റെ പേര് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട്. സോ എല്ലാവരും വേഗം കമന്റ് ചെയ്യാട്ടെ. ഏതാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന എയർപോർട്ട്? യെസ്, നമ്മുടെ സ്വന്തം അത് തന്നെ കൊച്ചിൻ എയർപോർട്ട് അല്ലേ. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ സൗരോർജ്ജം കൊണ്ട് പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ എയർപോർട്ട് കേട്ടോ. യെസ്, ദെൻ നമുക്ക് ലാസ്റ്റ് വരുന്ന 2 ടോപ്പിക്സ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് ബയോഗ്യാസ്. എന്തൊക്കെയാണ് ബയോഗ്യാസ് നമ്മൾ ഉപയോഗിച്ചുള്ള ഗുണങ്ങൾ? ഓക്കെ, ബയോഗ്യാസ് എന്ന് പറയുന്നത് ബയോ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഫ്യൂവലാണ്, ഒരു ഇന്ധനമാണ്. അതുകൊണ്ട് 2 മെയിൻ ആയിട്ടുള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, നമുക്ക് വേസ്റ്റ് വെറുതെ കളയാണ്ട് ഡിസ്പോസ് ചെയ്യാണ്ട് നമുക്ക് അതൊരു ഇന്ധനമാക്കി മാറ്റാനായിട്ട് പറ്റുന്നു. അപ്പോൾ 2 യൂസ് ആണ് അവിടെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ തന്നെ റെഡ്യൂസ് വേസ്റ്റ് അല്ലെ, ടേൺസ് ഫുഡ് സ്ക്രാപ്സ് ആൻഡ് ഓർഗാനിക് വേസ്റ്റ് ഇൻടു യൂസ്ഫുൾ എനർജി. മാലിന്യം കുറക്കാൻ പറ്റുന്നു. ഭക്ഷ്യ
ഭക്ഷ്യാവശിഷ്ടങ്ങളും ജൈവ മാലിന്യങ്ങളെല്ലാം ഫലപ്രദമായിട്ട് നമുക്കൊരു ഊർജ്ജമാക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. പ്രൊവൈഡ്സ് എനർജി, ക്രിയേറ്റ്സ് ഗ്യാസ് ദാറ്റ് ക്യാൻ യൂസ്ഡ് ഫോർ കുക്കിംഗ് ഓർ നമുക്ക് പല ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ പാചകത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്യാസ് ആക്കി, ഒരു ഫ്യൂവൽ ആക്കി നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. എക്കോ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, ഹെൽപ്സ് റെഡ്യൂസ് പൊല്യൂഷൻ ബൈ യൂസിങ് വേസ്റ്റ് ടു മേക്ക് ക്ലീൻ എനർജി, അല്ലെ. പരിസ്ഥിതി സൗഹൃദ മാലിന്യം ആയതുകൊണ്ട്, അതായത് മാലിന്യത്തെ നമ്മൾ നല്ല രീതിക്ക് മാറ്റിയെടുക്കുന്നതുകൊണ്ട് തന്നെ അത് എക്കോ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, പരിസ്ഥിതി സൗഹൃദമുള്ള ഒരു സംഭവമാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ആണ് ഹോട്ട് ബോക്സ് അല്ലെങ്കിൽ ചൂടാറപ്പെട്ടി. ഒന്നുമില്ല, നമുക്ക് ഇവിടെ ഫ്യൂവൽ സേവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണിത്. ഹോട്ട് ബോക്സ് ഈസ് എ വെരി സിമ്പിൾ ഡിവൈസ് ടു കീപ് ദ ഫുഡ് ഫ്രോം ലൂസിങ് ഇറ്റ്സ് ഹീറ്റ്. അതായത് നമുക്ക് ഭക്ഷണത്തിന്റെ ചൂട് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ചൂടാറപ്പെട്ടി അല്ലെങ്കിൽ ഹോട്ട് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പകുതി കുക്കായി കഴിയുമ്പോൾ തന്നെ നമ്മൾ സ്റ്റവിൽ നിന്ന് എടുത്ത് മാറ്റി ഹോട്ട് ബോക്സിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ബാക്കി ഹോട്ട് ബോക്സിൽ ഇരുന്ന് കുക്കായി കിട്ടിക്കോളും. ആ ഹീറ്റ് ഒന്നും പുറത്തേക്ക് പോകുന്നുമില്ല. അപ്പോൾ ഫ്യൂവൽ നമുക്ക് സേവ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് ഹോട്ട് ബോക്സ് അല്ലെങ്കിൽ ചൂടാറപ്പെട്ടി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, എക്സാമിന് പോകാനായിട്ടുള്ളത്. സോ എല്ലാവരും നോട്ട് ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എക്സാം എല്ലാവരും അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.